വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ കോടികൾ തട്ടിയ കേസിൽ തട്ടിപ്പിനിരയായ ജീവനക്കാരിയെ പ്രതി ചേർത്ത് പോലീസ്. പണം തട്ടിയ സ്ഥാപന ഉടമകളെ പിടികൂടാൻ കഴിയാഞ്ഞതോടെയാണ് മുഖം രക്ഷിക്കാനുള്ള പോലീസിന്റെ ക്രൂരത. കാക്കനാട് യൂറോ ഫ്ലൈ ഹോളിഡേയ്സ് ഉടമ പാലക്കാട് സ്വദേശി ഷംസീർ അടക്കമുള്ള ആദ്യ 3 പ്രതികളും ഒളിവിലാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 32 പേരിൽ നിന്നായി 1,60,00,000 രൂപയാണ് ഷംസീറിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത്. ന്യൂസിലൻഡിൽ പ്രതിമാസം 1,50,000 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തിയതായി വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കഴിഞ്ഞ 9-ന് വിദേശത്തേക്ക് പോകാൻ തയ്യാറായി എത്തിയവർ ഷംസീറിനെ കാണാഞ്ഞതോടെ നടത്തിയ അന്വേഷണത്തിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായും വഞ്ചിക്കപ്പെട്ടതായും മനസ്സിലാക്കുകയായിരുന്നു. ഇവരെ യാത്രയയക്കാൻ എത്തിയപ്പോഴാണ് കേസിൽ ഇന്നലെ പ്രതി ചേർക്കപ്പെട്ട കാക്കനാട് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആൽഫിയ ജോണും തട്ടിപ്പ് മനസ്സിലാക്കുന്നത്. ഇവർ തന്നെയാണ് വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചതും. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന ആൽഫിയയും ഭർത്താവും ഷംസീറിന്റെ വാക്കു വിശ്വസിച്ച് വിദേശ ജോലി സ്വപ്നം കണ്ട് ജോലി രാജിവെച്ചവരായിരുന്നു. ഈ രീതിയിൽ ഷംസീറിന്റെ തട്ടിപ്പിനിരയായ ആഫിയയെ മാത്രമാണ് കേസന്വേഷിക്കുന്ന തൃക്കാക്കര പോലീസ് ഇതുവരെ പിടികൂടിയത്. ഷംസീറും കൂട്ടുപ്രതിയായ സജാദ്, ന്യൂസിലൻഡിൽ നിന്നും വിസ അയച്ചു നൽകിയെന്ന് പറയപ്പെടുന്ന സേവിയർ എന്നിവർ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. സേവിയറിന്റെ കൃത്യമായ മേൽവിലാസവും കണ്ടെത്താൻ ആയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് മുഖം രക്ഷിക്കാൻ ആൽഫിയയെ ബലിയാടാക്കുകയായിരുന്നെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്നാൽ ആൽഫിയയാണ് ഉദ്യോഗാർത്ഥികളെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ചതെന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും രേഖകൾ കൈപ്പറ്റിയതെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. ഇതേസമയം സ്ഥാപനത്തിലെ മറ്റ് 2 വനിതാ ജീവനക്കാരെ പോലീസ് പ്രതി ചേർത്തിട്ടുമില്ല. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും പ്രതികൾക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള അവസരം പോലീസിന്റെ അനാസ്ഥ മൂലം ഉണ്ടായതായും തട്ടിപ്പിനിരയായവർ കുറ്റപ്പെടുത്തുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.